ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഒരു ട്രിപ്പിന് വന്നിരിക്കുകയാണ്. വേറെ എങ്ങുമല്ല, മൂന്നാറാണ്. അപ്പം ഞങ്ങളിപ്പം കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവരെല്ലാവരും കൂടെ ചേർന്ന് മൂന്നാറിൽ വന്നിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളൊരു ഏറുമാടം കാണാനായിട്ടുള്ള പോക്കാണ്. ഇത് ആ വഴിയാണ്. ഇതിലെ കുറച്ച് മുകളിലായിട്ടാണ് ഏറുമാടം ഉള്ളത്. അപ്പം നമ്മൾ ഈ വഴി കയറി വേണം പോകാൻ. അല്ലാതെ വഴിയുണ്ട്, പക്ഷെ അവിടെ ജീപ്പ് ഉണ്ടെങ്കിലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം കുറച്ച് കൂടുതൽ ആൾക്കാരുള്ളതുകൊണ്ട് ജീപ്പ് വേണം. അതുകൊണ്ട് നമ്മൾ നടക്കുകയാണ്. ഈ വഴിയൊക്കെ വെള്ളം പോകുന്നതാണ്. ഇപ്പം മഴയില്ലാത്തത് കൊണ്ടാണ് ഇതിലെ വെള്ളമില്ലാത്തത്. അപ്പം എല്ലാവരും കയറി വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് മുന്നോട്ട് നടക്കുകയാണ്. വളരെ ഭംഗിയാണ്, ചുറ്റും ഏലമാണ്. ആനയൊക്കെ ഉണ്ടെന്നാണ്, ഈയിടെ ഇവിടെ ആന ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. ധാരാളം മരങ്ങളും ഒരു കാടാണ്. ഇതൊരു ചെറിയ വഴിയാണ് കേട്ടോ. പക്ഷെ ഇതിൽ ഇങ്ങനെ ആൾക്കാർ ഏലത്തിന്, എനിക്ക് തോന്നുന്നു കൃഷി ചെയ്യുന്ന ഏലത്തിന് മരുന്നടിക്കാനും ഒക്കെ ആൾക്കാർ ഇതുവഴി പോകുന്നുണ്ട്. ഇതുപോലെ വേരാണ് ഫുള്ളും. ധാരാളം നല്ല മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം നമുക്ക് ചെറിയൊരു വഴി ആയതുകൊണ്ട് പ്രായമുള്ളവർക്കൊക്കെ കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് നല്ല ഭംഗിയുണ്ട്. ഏകദേശം ഒരു കുറേ നടന്നു ഞങ്ങളിപ്പം. ഇനി മുകളിലോട്ട് കുറച്ച് പോകുമ്പോഴത്തേനാണ് ഏറുമാടം എന്ന് പറയുന്നത്. പക്ഷെ ആർക്കും അറിയില്ല, എല്ലാവരും അങ്ങ് നടക്കുക. കണ്ടോ, ഇതുപോലത്തെ വഴിയാട്ടോ, ചെറിയ വഴി. ഇതിന്റെ താഴെ കുഴിയാ, മീൻസ് ഏലത്തിന്റെ ഇങ്ങനെ താഴോട്ട് കിടക്കുക. ഞങ്ങളിപ്പം മുകളിൽ എത്തിക്കഴിഞ്ഞു. ഇല്ല, വെള്ളപ്പൊടി ഇല്ല. വീടല്ല, നീ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിക്കേ. ഇങ്ങനത്തെ ചെടിയുടെ അല്ലേ വേറെ ഇവിടെ ചാറ്റ് പിടിക്കുന്ന ചെടിയുണ്ടോ? ഇതുപോലെ ഇരിക്കുന്ന ചെടി എന്റെ കൈ വെച്ചിട്ട് പൊടിയില്ല. ഇപ്പം ഞങ്ങൾ ഏറുമാടത്തിന്റെ ആ ഭാഗത്തെത്തി. ഇവിടെ ഇങ്ങനെ ചെറിയ ട്യൂബ് പോലൊക്കെ കിടപ്പുണ്ട്, ഓസാന്ന് തോന്നുന്നു. ഇതിങ്ങനെ ഇതിലല്ലാതെ കുടിവെള്ളം വരുന്നുണ്ട് ഇവിടെ ആൾക്കാർക്ക് വേണ്ടിയുള്ള. നല്ല തണുത്ത വെള്ളമാണ്. നമുക്ക് ആ സൈഡിൽ നിന്ന് അത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത് ഇവിടുത്തെ ഒരു പടുത വെച്ച് അവർ ജസ്റ്റ് ഒന്ന് ഇതാക്കി വെച്ചിരിക്കുന്നതാണ്. പക്ഷെ നല്ല തെളിഞ്ഞ വെള്ളമാണ് ആ പൈപ്പിൽ കൂടെ വരുന്നത്. നമുക്കത് കുടിക്കാം എടുത്ത്. അതിങ്ങനെ തുറക്കാനൊക്കെ പറ്റും. ഇതാണ് നമ്മുടെ ഏറുമാടം. ഇവിടെയാണ് നമ്മൾ കയറാൻ പോകുന്നത്. അതിലേക്കുള്ള വഴിയെ. ഇവിടെയും ചുറ്റും ഏലമാട്ടോ. ഇങ്ങനെ നമ്മുടെ എൻട്രൻസിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ഏലം, അതിലെ ചെറിയൊരു വഴി കൂടാണ് പോകുന്നത്. ഇപ്പം കുറച്ച് പണി നടക്കുവാണ് അവിടെ. അതുകൊണ്ട് നമുക്ക് ഒത്തിരി പേർക്ക് അകത്തോട്ട് കയറാൻ പറ്റില്ല. മാക്സിമം ഒരു 6 പേർക്ക് അതിൻ്റെ മേളിൽ നിൽക്കാൻ പറ്റൂ. ഇതിൻ്റെ അടിയിലാണ് കിച്ചൺ അല്ല, നമുക്ക് ജസ്റ്റ് കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയൊക്കെയുള്ള അവർ ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ മുകളിലോട്ടാണ് പോകേണ്ടത്. എല്ലാവരും ഇറങ്ങുകയാണ്. കുറച്ച് 6 പേര് മാത്രമേ കയറാൻ പറ്റൂ. സൂക്ഷിച്ച് വേണം കയറാൻ. ഇവിടെ ജസ്റ്റ് പണി നടക്കുന്നതുകൊണ്ട് അതൊക്കെ ഇളകി ഇങ്ങനെ പോയിരിക്കുക. അപ്പം നമുക്ക് കയറാം. ഇവരിറങ്ങിയ ശേഷം നമുക്ക് അകത്തേക്ക് കയറാം. നമ്മൾ മുകളിലത്തെ വന്നു കഴിഞ്ഞുള്ള അവിടുത്തെ കാഴ്ചയാണ്. ചുറ്റും ഏലമാട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. നിറയെ മരങ്ങളും അതിൻ്റെ ചുറ്റും ഉണ്ട്. ഇത് അകത്താണ് കേട്ടോ. അകം ഇങ്ങനെ ബെഡ് വിരിച്ചിട്ട് നമുക്കിവിടെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാം. വളരെ ഭംഗിയാണ് കേട്ടോ അകത്ത്. നല്ല തണുപ്പാണ് കേട്ടോ. ഇപ്പം ഏകദേശം ഒരു ഉച്ച സമയമായി, എന്നാലും വളരെ രസമുണ്ട്. ഇതിൻ്റെ ചുറ്റും നമുക്ക് ഇരിക്കാം. അപ്പോൾ നമ്മുടെ ചെറിയൊരു വ്ളോഗാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.